ലാത്തിയടികൾ പൂച്ചെണ്ടുകൾ പോലെ ഏറ്റുവാങ്ങുന്ന ഞാൻ ഇൻട്രോ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. കെ സുരേന്ദ്രൻ വിശ്വവിഖ്യാതമായ ഉള്ളി തിന്ന കഥയിലെ നായകനാണ്. ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ്. ഒരു മെസ്സേജും ഇല്ല, ഞാൻ തിരിച്ചയക്കാറുമില്ല. സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഒരു കട്ടപ്പാന്നുള്ള വിളി കേട്ടിട്ടുണ്ടല്ലോ. സമരത്തിന്റെ ദൃശ്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഞാൻ തരാം. പറഞ്ഞിരുന്നു, അത്രയ്ക്ക് ധൈര്യമുള്ളവന്മാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കാണിച്ചാലും 1 ലക്ഷം രൂപ തരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഫ്ലൈറ്റ് മോഡ് ഓൺ. ഇതേവരെ ഞാനൊരു എക്സ്റ്റേണൽ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. കൂട്ടത്തിൽ പെട്ടെന്ന് ഒരാൾ വീണു. അല്ല, ആ വീഴ്ചയിൽ സത്യത്തിൽ നമുക്കൊക്കെ വലിയ സങ്കടമുള്ള വീഴ്ച. രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ പാർട്ടി ഇതോടെ അവസാനിച്ചു എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഇൻഫ്ലുവൻസിലാണ് അദ്ദേഹം നോൺ വെജ് കഴിച്ചു തുടങ്ങിയത്. അദ്ദേഹം മുട്ട പോലും കഴിക്കില്ലായിരുന്നു. പൊതിച്ചോറിനെ അങ്ങനെ വിമർശിക്കേണ്ടതായ സാഹചര്യമൊന്നുമില്ല. ഒരു കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി ആ നാട്ടുകാരനല്ലാത്ത എന്നുള്ളൊരു വിമർശനം നേരിട്ടാൽ എങ്ങനെ നേരിടും? ആറന്മുളയിൽ അവന്റെ അങ്ങനെ ആറാട്ട് അങ്ങനെ 3 പ്രാവശ്യം പറ. ഇപ്പോഴാണ് പിന്നെ ഈ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കഴുത്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇപ്പൊ ഈ അടുത്ത് തുടങ്ങിയതാണ്. അവനെ കണ്ണ് കണ്ണ് പഠിച്ചിട്ട് പറ. ചാണ്ടി ഉമ്മന്റെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഹോബി ഈ ഞങ്ങളെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ കൊണ്ടുപോകും. എന്നിട്ട് ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോരും. അത് അദ്ദേഹത്തിന്റെ ഒരു ഹോബിയായിരുന്നു. വാനു എനിക്കൊരു മെസ്സേജ് അയക്കുന്നു, ഹായ്. തിരിച്ച് ഹായ് അടിച്ചാൽ കുടുങ്ങുമോ? ജേക്സി തോമസ്. ഇറാനിൽ യുദ്ധമാണെങ്കിലും ബാനുവിന്റെ ഫ്ലൈറ്റ് ഓൺ എയർ.